C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അമ്മേ ദേവി, രണ്ടുപേരുടെ എങ്ങോട്ടാ? കല്യാണം വിളിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? ഞങ്ങൾ എങ്ങോട്ട് പോയാലും അത് നീ അറിയേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റാ. അയ്യോ ഡി കെ, ഞാൻ വഴക്കിന് ഒന്നൊന്നുമല്ല. നിങ്ങളുടെ തിരക്കൊക്കെ എനിക്കറിയാം. ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാൻ വന്നതാ. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്കാൻ പൊക്കോളാം. ഒന്നിറങ്ങി വരുമോ പ്ലീസ്? ജ്യോതി, ജ്യോതി. എന്താടാ, നിനക്ക് എന്താ പറയാനുള്ളത്? വഴി തടഞ്ഞു നിർത്തി വഴക്കുണ്ടാക്കാനാണ് ഉദ്ദേശം? ഏയ്, ഒരിക്കലും അല്ല. ഞാൻ ഒരു കല്യാണം ക്ഷണിക്കാൻ ഇറങ്ങിയതാ. അനിയത്തിയുടെ കല്യാണവുമായിട്ട് നിങ്ങൾ ഒരുപാട് തിരക്കിലാണെന്ന് എനിക്കറിയാം. വീട്ടിൽ വന്ന് ക്ഷണിക്കണമെന്ന് കരുതിയതാ. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ അത് പറഞ്ഞിട്ട് സ്ഥലം വിടാൻ നോക്ക്. ധൃതി പിടിക്കില്ല ഡി കെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ കാര്യം എന്നെ വല്ലാതിരുത്തി ചിന്തിപ്പിച്ചു. ഇപ്പൊ നിനക്ക് നല്ല ബുദ്ധി തോന്നി തുടങ്ങിയോ? ആ, പിന്നല്ലാതെ. അതുകൊണ്ടല്ലേ അക്കാര്യം നേരിട്ട് പറയാൻ ഞാൻ തന്നെ വന്നത്. ഞാനും ഒരു കല്യാണം വിളിക്കാൻ വന്നതാ. ദേ, ഇതാണ് കല്യാണക്കുറി. പ്ലീസ്, രണ്ടുപേരും കല്യാണത്തിന് ഒന്ന് അനുഗ്രഹിക്കണം. ചിത്രയും കൂടെ വിളിക്കണമെന്ന് കരുതിയതാ. പോട്ടെ, ഇനിയിപ്പോ നിങ്ങൾ അവളോടങ്ങ് പറഞ്ഞാൽ മതി. ഒരുപാട് ആലോചിച്ചിട്ടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. എന്റെ തീരുമാനവുമായി ഞാനങ്ങ് മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊരിത്തിരി ബുദ്ധിമുട്ടാ, അതെനിക്കറിയാം. പക്ഷെ തോറ്റു പിന്മാറി എനിക്ക് ശീലമില്ല ഡി കെ. രണ്ടുപേരും മുഹൂർത്തത്തിന് മുമ്പ് തന്നെ അങ്ങ് എത്തണം. പിന്നെ നല്ല ഒന്നാന്തര സദ്യ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് സന്തോഷായിട്ടേ പോകാവൂ. എങ്കിൽ പിന്നെ ഞാനങ്ങ് പോട്ടെ. കാണാം. ഇത് തമാശയൊന്നും അല്ലല്ലോ അല്ലേ? ശരി, എന്താ ഇതിന്റെ ഉദ്ദേശം? അവരെ ഭയപ്പെടുത്താനാണോ? ഏയ്, ഞാൻ എന്തിനവരെ ഭയപ്പെടുത്തണം? ഞാൻ എൻ്റെ കല്യാണക്കുറി അടിച്ചു, വിളിക്കേണ്ടവരൊക്കെ കല്യാണം വിളിച്ചു. ഇതെന്റെ സ്വയംവരവ്. രാജാക്കന്മാരുടെ കാലത്തും സ്വയംവരം തന്നെയായിരുന്നു പതിവ്. പക്ഷേ വരൻ ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രാജകുമാരി ആയിരിക്കുമെന്ന് മാത്രം. വഴുതി വഴുതി കയ്യിൽ നിന്ന് നമ്മളെ പറ്റിച്ചു പോകുന്നൊരു വരാൽ ഒരിക്കലും പിടി തന്നിട്ടില്ല. എന്റെ കയ്യിൽ അവൾ ഒതുങ്ങുമെന്ന് കരുതിയൊരു നിമിഷം എന്റെ പഴയ ഭാര്യ സൂര്യ ഒരാവശ്യമില്ലാതെ അവിടേക്ക് വന്നത് നശിപ്പിച്ചു. ഈ കല്യാണം തകർക്കാനും അവള് വരുമോ? എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടാണെങ്കിൽ സൂര്യ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവുകയേയില്ല. അവള് തിരിച്ചു വരും.
അതെപ്പോഴായിരിക്കുമെന്ന് നമുക്കറിയില്ലെന്നേ ഉള്ളൂ. നോ, അത് പറ്റില്ല. ഇനി അവളോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അവിനാശ്, പെണ്ണൊരു കാര്യം തീരുമാനിച്ചാൽ എന്ത് റിസ്ക് എടുത്തും അവൾ അത് നേടിയിരിക്കും. സൂര്യ വില കുറച്ച് കാണരുത്. നിങ്ങൾ സൂര്യയോട് സംസാരിക്കൂ, എന്നിട്ട് ഒരു പരസ്പര ധാരണയെ കൂടി തന്നെ പിരിയുക. അല്ലെങ്കിൽ നിങ്ങളെ അവൾ കടപുഴക്കി എറിയും. ഇവിടെ DK അടിക്കാൻ കിട്ടുന്ന ശക്തമായ വടിയാണ് പ്രിയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. അവളെ സ്വന്തമാക്കാൻ നിങ്ങൾ ഇതുവരെ കളിച്ച കളിയൊന്നും പോരാ. എനിക്കറിയാം, കടമ്പകൾ ഏറെ കിടക്കണം. അച്ചടിച്ച് ഈ ക്ഷണക്കത്തിൽ നിന്ന് അവളുടെ കഴുത്തിലെ താലിയിലേക്കെത്താൻ. DKയുടെ വാക്കാണ് ഈ കല്യാണം. അത് മുടക്കിയിട്ട് അവളെ എൻ്റെ മണിയറയിൽ എത്തിക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അവക്കിപ്പോ അവൻ മതി, രാജീവ്. പക്ഷേ അവളെ ഞാൻ പൂട്ടും. എങ്ങനെ? കല്യാണം തീരുമാനിച്ച ഒരു പെണ്ണിനെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടേതാക്കും? അതും അവൾക്ക് പോലും നിങ്ങളെ വേണ്ടാത്ത അവസ്ഥയില്. ഈ ക്ഷണക്കത്ത് അപകടം വിളിച്ചു വരുത്തും. സൂക്ഷിക്കണം. എനിക്കറിയാതെ ചെയ്തതോ ഞാനൊരു വിഡ്ഢിയായതുകൊണ്ടോ ചെയ്തതല്ല ഇത്. നല്ല വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെ. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇത് മരണത്തിന്റെ ക്ഷണക്കത്താവും. ആ മരണം ആരുടേതുമാവാം. ഇതൊരു തീക്കളിയാണ്. അതിൽ നിങ്ങൾ സ്വയം കത്തിച്ചാമ്പലാവരുത്. നടക്കുമെന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കളിക്ക് ഇറങ്ങാവൂ. നടക്കും. ഇത് ഞാൻ നടത്തിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.